Anjali Neeraj and Asna. Okay. Anjali Neeraj കണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോ ക്രിയേറ്റർ ആണ്, ഒപ്പം ടീച്ചറാണ്. അസ്നയുടെ ഒരു പ്രത്യേകത അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഗസ്റ്റ് ആയിരുന്നു, ഇപ്രാവശ്യം ആങ്കർ കൂടിയാണ്. പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആണ്, ഫ്രം ഗസ്റ്റ് ടു ആങ്കർ. അതായത് ഇന്ന് വനിതാ ദിനത്തിൽ തന്നെ ആങ്കറിംഗ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ഒരുപാട് സന്തോഷം ടോക്ക് ഓഫ് ദി ടൗണിലേക്ക് ആങ്കർ ആയിട്ട് കൂടി വന്നതിൽ. അതുപോലെ അഞ്ജലി, അതെ എനിക്കും അതെ വനിതാ ദിനത്തിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് വനിതാ ദിനമായതുകൊണ്ട് തന്നെയാണ് അഞ്ജലിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചത്. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതെ, കണ്ടന്റുകളൊക്കെ ഒരുവിധം ലേഡി ഓറിയന്റഡ് ആണ്, വനിതാ ഓറിയന്റഡ് ആണ്. അല്ലെ, ഞാൻ കൂടുതലും സ്ത്രീകളായിട്ട് തന്നെയാണ് ഇടപഴകുന്നത്, വീട്ടിലും ഒരുപാട് സ്ത്രീകൾ തന്നെയാണുള്ളത്, അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോ. ഓക്കെ ഓക്കെ, നമുക്കൊരു വനിതാ ദിനമാണ്, അതുകൊണ്ട് തന്നെ ഒരു പാട്ടോട് കൂടി തുടങ്ങാം അല്ലെ? അതെ അതെ. അപ്പോൾ നമ്മുടെ ഹൗൾഡറിയല്ല, നമ്മുടെ കമല സുരയ്യ എന്ന എഴുത്തുകാരിക്ക് വേണ്ടിയിട്ട് ഉള്ള ആമി എന്ന ചിത്രത്തിലെ ഒരു നല്ലൊരു സോങ്. അതെ, എം ജയചന്ദ്രൻ, ശ്രേയ ഘോഷൽ പാടി. നീർമാതളപ്പൂവിനുള്ളിൽ നീഹാരമായി വീണ കാലം നീലാംബരീ രാഗമായി താനേ നുകർന്ന നവനീതം ചിറകാണുണർന്നു വാനിൽ മനമൂയലാടിയ കാലം നീർമാതളപ്പൂവിനുള്ളിൽ നീഹാരമായി വീണ കാലം നീലാംബരീ രാഗമായി താനേ നുകർന്ന നവനീതം. വനിതാ ദിനത്തില് പാടാൻ ഏറ്റവും സൂട്ടായിട്ട് കാരണം മലയാളത്തിന്റെ ഏറ്റവും മികച്ച കഥാകാരി മാധവിക്കുട്ടിയുടെ കഥ പറഞ്ഞ ആമി എന്ന സിനിമയിൽ. അതെ, അതുപോലെ നമ്മുടെ മഞ്ജു വാര്യറാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയായിരുന്നു മഞ്ജു ഹൗൾഡറി കഴിഞ്ഞ് പിന്നെ അതെ അതിനുശേഷമുള്ള നല്ലൊരു മൂവിയാണ് കമൽ സംവിധാനം ചെയ്ത നല്ലൊരു മൂവിയാണ്. കാരണം കമല സുരയെ കുറിച്ച് പറയുമ്പോഴും നല്ലൊരു എഴുത്തുകാരിയാണല്ലോ, നല്ലൊരു ഒരുപാട് രചനകൾ ഉള്ളതല്ലേ. കമല സുരയ്യ, മാധവിക്കുട്ടി, അങ്ങനെ ഒരുപാട് ആമി, അതെ 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 അതെ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ട്. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. എന്തായാലും നല്ല തുടക്കം. താങ്ക് യു. അഞ്ജലിയിലേക്ക് വരാം അല്ലെ? സെറ്റ് അല്ലേ? അതെ, അഞ്ജലി ടീച്ചറാണ്, അതെ, വീഡിയോ ക്രിയേറ്റർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നു ഞാനത് ഷാർജയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. കാരണം ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറാണ്. അതെ, ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറാണ്. ഇവിടെ 3 ദിവസം ലീവ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എനിക്ക്, പിന്നെ കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ ടൈമിംഗ് സ്കെഡ്യൂളൊക്കെ കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും സമയം കിട്ടുന്നത്. പിന്നെ ഇഷ്ടമാണ്. 3 ദിവസം ഉണ്ടല്ലോ, അതാണ് ടീച്ചേഴ്സ് ആയുള്ള ഗുണം. 3 ദിവസം അവധി, നമുക്കിപ്പോ വർക്കും എൻജോയ് ചെയ്യാം, അതെ വീട്ടിലും നമുക്ക്. ഞങ്ങളൊപ്പം ആദ്യം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്ന ആമി എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഷാർജ ഇന്ത്യൻ സ്കൂൾ ടീച്ചറായിരുന്നു. അറിയാലോ അല്ലെ? അവരും ഇതുപോലെ തന്നെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി? അതായത് എല്ലാ ദിവസവും ഏകദേശം ഒരുവിധം എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്? ഇല്ലെങ്കിൽ ഞാൻ വീക്കെൻഡിൽ ഒരു 3 ദിവസത്തേക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഓരോന്ന് കണ്ടെത്തും, എല്ലാ ദിവസവും ചെയ്യണല്ലോ. അതെ അതെ, ഓരോ ദിവസവും ഓരോ ഐഡിയാസ് വേണമല്ലോ. എങ്ങനെ ഐഡിയാസ് ഒരു പാട്ടിനെ സംബന്ധിച്ച് നമുക്ക് പാട്ടുണ്ട്, അതെ, ഇഷ്ടംപോലെ സോങ് ഉണ്ട്. നമുക്ക് ഏത് സിംഗറിന്റെ പാട്ട് വേണം, എങ്ങനത്തെ ഫീലുള്ള സോങ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ എളുപ്പം. പക്ഷെ അതുപോലെയല്ല ഈ കണ്ടന്റ് ക്രിയേഷൻ, ആ തീം, ആ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെ? എനിക്ക് തോന്നുന്നു ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോന്ന് അറിയില്ല. ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്, അതിങ്ങനെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കാറുണ്ട്. എന്തായാലും നമുക്കൊരു റീല് കാണാം. വിളമ്പിക്കണം. പിന്നെ ഒരു 200 പേരുണ്ടാവോ? അമ്മയുടെ പിറന്നാളല്ലേ, ഒന്ന് അതുവരെ പോവാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ഈ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടം, എന്തേലും വാങ്ങാച്ചിട്ടാ. അത് കഴിഞ്ഞ മാസമല്ലേ ഏട്ടാ, അതൊക്കെ എൻ്റെ അടുത്തൊന്ന് തീർന്നു പോയി. അശ്വിനോടെ സ്കൂളിലേക്ക് ഒരു ദിവസം പോയി, പിന്നെ കുടുംബശ്രീയിൽ കൊടുക്കാനുള്ളത് കൊടുത്തു, പിന്നെ എന്താണ് പച്ചക്കറി വാങ്ങിയ ഒരു ദിവസം, അമ്പലത്തേക്ക് ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വന്ന ഒരു ദിവസം, അങ്ങനെയൊക്കെ ആയിട്ട് അത് തീർന്നു കേട്ടാ. ചായ ഉണ്ടാവോ? 200 മതി. ഡി വേണ്ടി കഴിച്ചേ.
ചൂടില്ലേ? ചൂടാക്കിയതാണല്ലോ. അതിനെ ഒന്നുകൂടി ചൂടാക്കി തരാം. ഞാൻ ചോദിച്ചിട്ടുണ്ടോ? 150 ആ സാരില്ല. ഞാൻ ഓള് വരുമ്പോഴേക്കും വരും കേട്ടോ. അപ്പൊ പോകും ഞാൻ. എടി ഈ സാരി പോരെ? പഴയതാണ്. സ്കൂൾ ബസ്. മുഖത്ത് പൗഡർ ഉണ്ടോ? എടി ബസ് കാത്തൊക്കെ പൊക്കോ. ഇല്ലല്ലോ, പൗഡർ ഇല്ലല്ലോ. അച്ഛൻ്റെ ഈ കുരുമുളക് ചായക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ? ഞാനും ഇടയ്ക്ക് തൊണ്ടവേദന എനിക്കുമ്പോൾ കുടിക്കാറുണ്ട്. ഞാൻ അമ്മയ്ക്ക് കുറച്ച് മധുരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരുമ്പോഴല്ലേ അമ്മ കഴിക്കാറുള്ളൂ. ഇവിടെ അച്ഛൻ വാങ്ങി തരാറില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും കേട്ടോ, അമ്മ എന്നോട് പറഞ്ഞിരുന്നില്ലേ ആ ഡിഗ്രിയുടെ പരീക്ഷ മുഴുവനാക്കാതെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വിരുന്നായിട്ട് നടക്കുന്ന സമയത്ത് അന്നിക്ക് ഞാൻ ഇത്ര സന്തോഷത്തിൽ നടക്കുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെ ചീത്ത അറിയണമെന്നായിരുന്നു. അമ്മ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. 10 രൂപേനും വേണ്ടി കയ്യിൽ നീട്ടണുണ്ടല്ലോ. ഓഫ്, അതാണ് തീരെ സഹിക്കാൻ വയ്യാത്തത്. ഇത് ഇന്ന് പോസ്റ്റ് ചെയ്ത റീലാണ് അല്ലേ? അല്ല അല്ല, ഇന്നല്ല, കുറച്ച് മുമ്പ് തന്നെ, കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വേറെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ കണ്ടത്? ഈ പെർട്ടിക്കുലർ കണ്ടന്റ് കിട്ടിയത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതിനെ ഇത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ആയി പോയിട്ട്. അതെ, അഞ്ജലിയുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ. അതെ അതെ, അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതിനെ കുറിച്ച് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും വീട്ടിലുള്ള ആണുങ്ങളുടെ അടുത്ത് നിന്ന്, ലൈക്ക് ഹസ്ബൻഡിൻ്റെയോ അച്ഛൻ്റെയോ ബ്രദറിൻ്റെയോ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് നിന്ന് പൈസ വാങ്ങേണ്ടി വരുന്ന, പക്ഷെ അതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത് കേട്ടോ. ഇപ്പോൾ പൈസ വാങ്ങുന്നതോ അല്ലെങ്കിൽ പക്ഷെ അത് ഭയങ്കരമായിട്ട് കെഞ്ചി ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അതൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. സ്വന്തം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതെ, നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമുക്ക് ജീവിക്കാം. സത്യമാണ്. ആ ഒരു തോട്ടില് വന്നൊരു സംഭവമായിരുന്നു. പിന്നെ ഇങ്ങനെ ആരൊക്കെയോ കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണെന്നും അത് ഫേസ് ചെയ്തിരുന്നു, അതിൽ നിന്ന് അവർ റിക്കവർ ആയി, ഇപ്പോൾ അവര് വർക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിലും അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില കണ്ടന്റ് എങ്ങനെയാണ് നമുക്ക് ഒരു എന്താ പറയാ, ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, ഓഡിയൻസ് ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയതുകൊണ്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഞാൻ എവിടെയൊക്കെയോ കണ്ടതായിരിക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എനിക്കിങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി അങ്ങനെ പറയുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് കമന്റ്സിൽ തന്നെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എനിക്ക് ഇൻബോക്സിലും കുറെ മെസ്സേജസ് വരാറുണ്ട്, ഇങ്ങനെ ഇതൊന്ന് റീലാക്കി ചെയ്യാവോ പറഞ്ഞിട്ട്. വരാറുണ്ട്, സജസ്റ്റ് ചെയ്യുന്നതും ഞാൻ ചെയ്യാറുണ്ട്. കുറെയൊക്കെ ഇപ്പോൾ കൂടുതലും ഇൻലോസിന്റെ അടുത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ സജഷൻസ് വന്നിട്ടുള്ളത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പലതും പല വീഡിയോസും കാണുമ്പോൾ അത്രയും ടച്ചിങ് ആണ്. അതായത് അനുഭവം ഉള്ള പോലെയാണ് ചെയ്യാറുള്ളത്. അനുഭവം ഉള്ളത്, ഞാൻ ചെയ്തിട്ടുള്ള റീൽസിൽ അനുഭവം ഉള്ളത് എന്ന് പറയുന്നത് കോളേജിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ട പോലത്തെ ഒരു മിനിറ്റ്, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. ആരാണ്? എന്റെ പേര് ദീപേഷ്. ദീപേഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ടോക്ക് ഓഫ് ദ ടൗൺ കാണുന്നുണ്ടോ? പറ്റാവുന്ന സമയത്തൊക്കെ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം ദീപേഷ്. നമ്മോടൊപ്പം അഞ്ജലി ഉണ്ട്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോ ക്രിയേറ്റർ ആണ്. അഞ്ജലിയുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ? ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ സ്പെസിഫിക്കലി കണ്ടു, നോട്ടീസും ചെയ്തിരുന്നു. അതെ അതെ, ഒരുപാട് സന്തോഷം. അപ്പൊ അഞ്ജലിയോട് സംസാരിക്കും. ദീപേഷ് എന്താ ചെയ്യുന്നത്? ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒപ്പം നമുക്ക് അസ്നയുണ്ട്. ഹലോ ദീപേഷ്. ഹലോ. അസ്ന ഒരു സിംഗറാണ്. അതെ, ഞാനിപ്പോ പാട്ട് കേട്ടു. ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ പാടിയത്. ദീപേഷ് എങ്ങനെയാ, പാട്ട് പാടുവോ, ഡാൻസ് ചെയ്യോ, അങ്ങനെയുള്ള പരിപാടികളുണ്ടോ? ഇല്ല, അങ്ങനെയില്ല, കേൾക്കാറുണ്ട്. ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം ദീപേഷ്. ഫസ്റ്റിന് പാട്ട് പാടും, ഏതെങ്കിലും ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ?
ഒരു സ്പെസിഫിക് പാട്ട് പറഞ്ഞ അങ്ങനെ പാടാൻ ബുദ്ധിമുട്ടാവോ? അറിയാവുന്ന സോങ് ആണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. ഏത് സോങ്? പാട്ട് കുറച്ച് പഴയ പാട്ടാണ്, ജാനകിയമ്മ പാടിയൊരു പാട്ടാണ്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പറഞ്ഞ സിനിമയില് ഓമന തിങ്കൾ കിടാവേ. ഓമന തിങ്കൾ കിടാവോ. ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് അറിയാവുന്ന രണ്ടുപേരി പാടാം. ശരി, താങ്ക് യു. അപ്പൊ ദീപേഷിന് വേണ്ടിട്ട് അതെ, ആ സോങ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ വിരിഞ്ഞ മധുവോ പൂന്തേൻ തന്നെ നിലാവോ. ലിറിക്സ് അറിയില്ല, അറിയാവുന്ന ലിറിക്സിൽ. അതെ അതെ അതെ, നല്ലൊരു താരാട്ട് പാട്ടാണത്. താരാട്ട് പാട്ടുകളുടെ ഉത്ഭവം എനിക്ക് തോന്നുന്നു ഈ സോങ്ങിൽ തന്നെയാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ട്. അതെ അതെ, ഇപ്പൊ നമ്മുടെ മലയാളം ആണോ? അതെ അതെ, ഇപ്പൊ അതിലത്തെ വരികളും കാര്യങ്ങളൊക്കെ പ്രശസ്തമായിട്ടുണ്ട്. അപ്പൊ വരാം, നമുക്ക് തിരിച്ചു വരാം, അഞ്ജലിയുടെ കാര്യങ്ങളിലേക്ക് വരാം. ഈ ചെറുപ്പം മുതലേ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഈ ലൈക്ക് നാടകം കാര്യങ്ങൾ അഭിനയം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ അക്കാദമിക്സിൽ അങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയ ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പം കൂടുതലും ഈ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുക്കുക എന്നല്ല. ഡാൻസ് ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കൂടുതലായിട്ടും ചെയ്യുന്നത് ഡ്രാമ അല്ലെങ്കിൽ ഇതുപോലെ മോണാക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളാണ് ചെയ്യാറുണ്ടായിരുന്നത്. അതാണ് ഒരു ബേസ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ ഭയങ്കര പാഷനായിട്ടോ ഇഷ്ടമായിട്ടോ ഒന്നും അന്ന് ചെയ്തതാണെന്ന്. പക്ഷെ അത് താല്പര്യമായിരുന്നു, അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ എക്സ്പീരിയൻസ് ഈ ഞാനിവിടെ ചാട്ടം കണ്ട മനസ്സിലാവുന്നുണ്ട്. അല്ല, വികാസ് ബ്രോയുടെ പ്രത്യേകത നമ്മുടെ കുട്ടിക്കാലത്തേക്ക്, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതെ, അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് ഇവിടെ പ്രസന്റ് ചെയ്യണം. അതാണ് വികാസ് ബ്രോ നമുക്ക് വരുന്ന ടാസ്ക്. അതിലേക്ക് വരാൻ നമുക്ക്. അല്ല, ഇതിലത്തെ ഈ സംഭവങ്ങളൊക്കെ മോണാക്ട് ഉണ്ട്, ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഈ കണ്ടന്റ് ക്രിയേഷനും ഈ സംഭവങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാനിപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ കുറച്ചും കൂടി ഈ സ്റ്റേജ് ഫിയർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ഇൻഹിബിഷൻ ആണെങ്കിലും ഒക്കെ എനിക്ക് കുറവായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു മടി അല്ലെങ്കിൽ ഒരു ചമ്മൽ എന്നൊക്കെ പറയുന്ന സംഭവം എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ അത് പക്ഷെ അവരെന്നെ നേരിട്ട് കാണുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനെ ആണെങ്കിലും ബ്രദറിനെ ആണെങ്കിലും ഒക്കെ വേറെ എവിടേക്കെങ്കിലും ഒക്കെ മാറ്റിയിട്ട് ഞാൻ മാത്രമേ ആ വീട്ടിലുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് എനിക്ക് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എനിക്ക് ആ മുമ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും അത് പേടിയില്ലാത്തത് കൊണ്ടും ആയിരിക്കാം. ആൾക്കാർ കാണുന്നതിനും ഒപ്പീനിയൻ പറയുന്നതിനും എനിക്ക് പേടിയില്ല. നെഗറ്റീവ്സ് വരുമ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം എന്നുള്ള തോന്നലും ഈ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത് ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ സ്റ്റക്ക് ആയി പോയ ഒരു സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നു പല ചാനൽസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ലോക്ക്ഡൌൺ സമയത്താണ് നമുക്ക് ഒരു പരിചയമില്ലാത്ത പഴയ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആ സമയത്തെ ഒരു കുറെ നാളായിട്ട് യാതൊരു പരിചയമുണ്ടാവില്ല ഫ്രണ്ട്സ്. ആ സമയത്ത് വിളിക്കും, എന്തൊക്കെയുണ്ടോ വിശേഷം, അസുഖം, നമ്മളെന്താ കാര്യം, നമ്മുടെ ചാനൽ തുടങ്ങി സബ്സ്ക്രൈബ് ചിലര് വിളിക്കും. ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ? അല്ല, എന്ത് പിന്നെന്താ, എന്റെ വൈഫൈ കേക്കിന്റെ ബിസിനസ് തുടങ്ങി, അങ്ങനെ തുടങ്ങിയതാണ്. അസ്ലിം ആ സമയത്ത് കുറെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുന്നേ തന്നെ സ്മ്യൂൾ എന്ന് പറഞ്ഞിട്ട് ആപ്പ് വഴി അതിൽ ഒരുപാട് സോങ്സ് പാടുകയും അത് ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് ഷെയർ ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ഓൺ കോമ്പോസ് ആയാലും അല്ലാതെ ഇപ്പോൾ ഈ കീബോർഡുമായിട്ട് അക്കമ്പനി ചെയ്യുന്നതും അങ്ങനെയൊക്കെ ലോക്ക്ഡൌൺ സമയത്താണ് കൂടുതൽ ചെയ്യാൻ. ലോക്ക്ഡൌൺ സമയത്ത് ചെയ്തൊരു പാട്ട്, അയ്യോ
ഒരു നൊസ്റ്റാൾജിയ. ഞാനത് പാടാം. നമ്മൾ ജാസി ചേട്ടന് വേണ്ടിയിട്ട്, കാരണം എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ടാണ് ജാസ് ചേട്ടൻ. അപ്പൊ ജാസ് ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്നൊരു സോങ്, ജാസ് ചേട്ടൻ്റെ എപ്പോഴും ലജ്ജാവതിയെ, അന്നക്കിളിനിയനില്ലേ, അങ്ങനത്തെ സോങ്സ് ഒക്കെ എപ്പോഴും എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ജാസ് ചേട്ടന്റെ മെലഡി, അതെ, അങ്ങനത്തെ ഫാസ്റ്റ് സോങ്സ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ജാസ് ചേട്ടന്റെ മെലഡി സോങ്സ് വളരെ റയറാ, ആൾക്കാർ കേൾക്കുന്ന വളരെ റയറാണ്. അങ്ങനെ ഒരു സോങ് ഞങ്ങൾ അന്ന് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പാടാം, ഞാൻ ലിറിക്സ് എടുക്കാം. അപ്പൊ അഞ്ജലിയിലേക്ക് പോയിട്ട് ഞാൻ ആ ലിറിക്സ് തപ്പിട്ട് ഞാൻ അതെ. പക്ഷെ മോണാക്ട് ഇപ്പൊ വേണ്ടോന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, മോണാക്ട് ഞാൻ ചെയ്യിക്കും, ഞാൻ കുറച്ച് ചെയ്യിച്ചാണ്. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. ഇതിലിപ്പോ എല്ലാതും പോസിറ്റീവ് അല്ലല്ലോ. പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് തൃശ്ശൂർക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാത്തിനോടും പുച്ഛായിരിക്കും. എനിക്കറിയില്ല. പുച്ഛം എന്ന് സംഭവം ബേസിക്കലി തൃശ്ശൂർക്കാർക്ക് ഉണ്ട്. അതിപ്പോ നമ്മൾ ടോക്ക് ഓഫ് ദ ടൗൺ, അവന് വേറെ പണിയൊന്നുമില്ല ഇതന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു കമന്റുകളും കാര്യങ്ങളും, അഞ്ചലിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് തന്നെ ചെയ്തോണ്ട് ഈ ബോറടിക്കുക, അങ്ങനെ ഈ നെഗറ്റീവ് സംഭവങ്ങൾ വരാറുണ്ട്. അതിങ്ങനെ ഫാമിലിയിൽ നിന്നൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതായത് എന്റെ സർക്കിൾ വളരെ കുറവാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സും അതുപോലെ ബാക്കി ഫാമിലിയുമാണ്. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഈ വീഡിയോസിനിടയിൽ കമന്റ് വരുന്നത് കുറച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അത് വല്ലാണ്ട് വന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ വരാറുണ്ട്. ഇപ്പൊ ഓർമ്മ പോലും ഇല്ല, ചോദിക്കുമ്പോ പറയാൻ എനിക്ക് ഓർമ്മയിൽ പോലും വരുന്നില്ല. പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. ബിക്കോസ് ഞാൻ കണ്ടിന്യൂസ് ഒരു 4-5 നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 5ാമത്തെ വീഡിയോയില് ഫുൾ ചീത്തവിളിയായിരിക്കും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലാൻ തോന്നുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചീത്തവിളിയായിരിക്കും. അപ്പൊ പിന്നെ ഞാൻ 6ാമത്തെ വീഡിയോ എന്തായാലും അതുപോലത്തെ ക്രിറ്റിസിസം ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും എന്നോട് പറയാറില്ല, ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിനൊരു റെസ്പോൺസ് ആയിട്ടുള്ള സംഭവം ഞാൻ ചെയ്യാറില്ല, പൊതുവേ കുറവാണ്. ഞാൻ ഈ നെഗറ്റീവ് ഷെയ്ഡ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ട് അതും എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള 1-2 വീഡിയോസ് ഞാൻ റെസ്പോൺസും കൂടി, ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നും കൂടി ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ ക്രിറ്റിസിസത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ വീട്ടിൽ വരുന്ന ചേച്ചിമാര് അല്ലെങ്കിൽ ചെറിയമ്മമാര്, ബന്ധുക്കള്, ഇവരുടെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാറ്. ഇത് സ്വന്തം അനുഭവമാണോ, ഇതെങ്ങനെയാണ് ഇത്ര ഒരു ഈവൻ ചില കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് എനിക്കും അറിയില്ല, കരച്ചില് വരുന്നത് എങ്ങനെയാണ്, അഭിനയിക്കുക തന്നെയാണ്. അല്ല, അഭിനയിക്കുക തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അനുഭവമാണോ ആണ് ചോദിക്കുന്നത്. ചില വീട്ടിലേക്ക് വരുന്ന സംഭവം, നമുക്ക് ചില ഗസ്റ്റ് വരുമ്പോ നമുക്ക് തന്നെ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ഓർത്ത് വെച്ച് പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് തന്നെയായിരിക്കും പറയുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടി വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡായിട്ട് അങ്ങോട്ട് മാറ്റുന്നത്. ഞാനൊരു സിംഗിൾ പാരന്റ് ചൈൽഡ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയാണ് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വർക്ക് ചെയ്യണം എന്ന് പറയുന്നതൊക്കെ അമ്മയുടെ ഒരു നിർബന്ധമാണ്. അത് ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വർക്ക് ചെയ്തേ പറ്റൂ, എന്തായാലും നീ ജോലിക്ക് ചെയ്യുന്ന അമ്മ കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് സ്വന്തം അമ്മേനെ ബേസ് ചെയ്ത് പോസിറ്റീവ്സ് പലതും ഹസ്ബൻഡിന്റെ അമ്മേനെയും എന്റെ അമ്മേനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോ ഞാൻ നന്നായി ഒരുങ്ങി പുറത്തു പോകണമെന്ന് ഇഷ്ടമുള്ള ഒരാളാണ് ഹസ്ബൻഡിന്റെ അമ്മ. ഞാനൊരു നല്ല സാരി എടുത്താൽ അതിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടണമെന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്ന, നിർബന്ധിക്കുന്ന ഒരാളാണ് അവിടുത്തെ അമ്മ. അപ്പൊ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അവിടുത്തെ അമ്മയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഹസ്ബൻഡിന്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് ഇത്രത്തോളം ടെക്നോളജി ഒന്നും അറിയില്ല. ഇപ്പൊ ഈ ഇൻസ്റ്റാ സംഭവങ്ങളൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവണം, ജോലി ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അമ്മ എപ്പോഴും പറയാറ്. എന്തായാലും ജോലി ചെയ്യണം അങ്ങനെ. അപ്പൊ ഇതെല്ലാം എന്നെ ബാധിക്കാറുണ്ട്. ഇത് ചെയ്തിട്ട് ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ടോ? ഇൻസ്റ്റേനോടല്ല, ഈ സംഭവങ്ങളോട് നമ്മള് ആർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പാട്ട് ശരിയാണ്. അത് ഒരു ദിവസം പാടാതിരിക്കുമ്പോ നമുക്കൊരു ഇതാണ്, അയ്യോ ഇന്ന് പാടിയില്ലല്ലോ, ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ, അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോഴും അങ്ങനെ തോന്നുന്നു, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഒരു വിഷമം. ഈവൻ ഇപ്പൊ ഞാൻ ടോക്ക് ഓഫ് ദ ടൗൺ എല്ലാ സാറ്റർഡേയും ചെയ്യുന്നുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ
വിഷമമുണ്ട്, പക്ഷെ അതിൽ സന്തോഷമുണ്ട്. കാരണം ഇവരത് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുപോലെ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രൈസ് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു ടൈം പീരീഡിന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് എഴുതാറുണ്ട്. അത് എഴുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത്യാവശ്യം നന്നായി എഴുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതങ്ങേ നിർത്തിപ്പോയി. ഇപ്പോൾ ഈ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വീഡിയോസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നിരുന്ന സമയത്തും അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത് 4 വർഷത്തോളം ബ്രേക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒക്ടോബർ തൊട്ടിട്ടാണ് വീഡിയോസ് വീണ്ടും ചെയ്തത്. വീഡിയോ വന്നോടുകൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പണ്ട് എഴുത്തെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തി, ഇപ്പൊ നമ്മൾ എഴുതാനുള്ളത് സംസാരിക്കുകയാണ് ചെയ്യാറ്. ആർക്കും വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, എല്ലാവർക്കും വീഡിയോ പെട്ടെന്ന് കാണുക, ഐഡിയ കണ്ടുപിടിക്കുക. അതും ബോറടിച്ച് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാനുള്ള സംഭവമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ മുന്നിലുണ്ടല്ലോ, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയാൻ വേഗം പറ്റും. അതുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെ അത് മാത്രല്ല, ഞാൻ ഈ ക്രൈസ് എന്ന് പറഞ്ഞ സംഭവം ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയി നമ്മൾ വീഡിയോ ചെയ്യുന്നു, ഇത് പലപ്പോഴും ഒരു ബാധ്യത കൂടിയായി വന്നിട്ടുണ്ടോ? അതായത് അയ്യോ ഇനിയിപ്പോ വീഡിയോ ചെയ്യാനുള്ള സബ്ജക്റ്റ് ഒന്നും ആയിട്ടില്ല, ഇപ്പൊ എന്താ ചെയ്യാനിപ്പോ ചെയ്യും വേണം എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടോ? ഇല്ല, അത്രയ്ക്ക് അങ്ങ് ബാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതെന്നെ ബാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത്. എനിക്ക് ബോറടിച്ചു തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങി. ഇനിയിപ്പോ ബോറടിക്കുമെന്ന് എനിക്കറിയില്ല, അപ്പൊ ചിലപ്പോൾ വീണ്ടും നിർത്തുകയായിരിക്കും. എനിക്ക് നിർത്തുന്നതിലൊരു സങ്കടമൊന്നുമില്ല. നിർത്തുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ പാട്ട് കിട്ടിയാ അതെ, ജസ്റ്റ് 4 വരി പാടാം. തീർച്ചയായും. തൂവെള്ള തൂവുന്നുഷസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല, തൂവെള്ള തൂവുന്നുഷസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല, ചന്ദനത്തിൻ കുളിരു പോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊളിയോരം പോരും സ്നേഹപ്പുന്നാരപ്പൂർണേതുവോ, തൂവെള്ള തൂവുന്നുഷസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. ഈ പാട്ട് ജാസ് ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഞങ്ങളിത് പാടി അന്ന് കോവിഡ് സമയത്ത് ഷെയർ ചെയ്തപ്പോൾ ജാസ് ചേട്ടൻ അത് ഷെയർ ചെയ്തു, ഞങ്ങൾക്ക് അപ്രിസിയേഷൻ തന്നു. അപ്പോൾ കോവിഡ് സമയത്ത് മൂവി എനിക്ക് തോന്നുന്നു സഫലം എന്ന മൂവിയിലെ സോങ് ആണ്, തങ്കൻ തിരുവട്ടാർ കേട്ടിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ വിചാരിച്ചു പാടാൻ പോകുന്നു മറ്റേ സ്നേഹത്തുമ്പി എന്ന് പറഞ്ഞ പാട്ടാണെന്ന് പാടാൻ. ആ പാട്ടറിയോ? സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതിന്നാരോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനുണ്ടോ കൂടെ വാത്സല്യത്തിൻ ചോരും കൂടെ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു, ഇന്നിന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം. ജാസിക്ക് വേണ്ടി ദാസേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ട്. അതിന് മുമ്പ് ആളുള്ള പാട്ടിന്റെ പാട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഡിസംബറിനോ എന്തോ സിനിമയുടെ പേര്. അതെ അതെ, നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. പക്ഷെ ഈ പാട്ട് ഫുൾ അറിയാലോ, എന്റെ ഓർമ്മയിൽ നിന്ന് അത് ജാസിയുടെ കാര്യമായിരിക്കും. അദ്ദേഹം പാടിയൊരു ആൽബത്തില് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്, ഒരു കുറുമ്പൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആളായിട്ട് നന്നായിട്ട് അറിയാം. സന്തോഷം പാട്ടുകൾ കേൾക്കുമ്പോൾ. നമുക്കൊരു പണി കൊടുത്താലോ? പണി കൊടുക്കേണ്ട സമയം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഒരു സ്പോട്ടില് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് പല ടൈമിലും പല തരത്തിലും പലപ്പോഴും ആയിട്ട് ഗസ്റ്റുകൾ വരാറുണ്ട്. ചില ഗസ്റ്റുകൾ നമ്മൾ വിളിച്ചിട്ടൊന്നല്ല, കയറി വരും, നമുക്കത്ര താല്പര്യം ഉണ്ടാവില്ല അവർ വന്നതിന്, പക്ഷെ നമുക്കത് പ്രകടിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അവരാണെങ്കിൽ ഓവർ ഷോ കാണിച്ചിട്ട് പക്കമായിട്ട് അവര് നമ്മളെ ഇത് മാനസികാവസ്ഥയാണെന്ന് ചിന്തിക്കാണ്ടാണ് അവര് പെരുമാറും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അവര് പോയി. അപ്പോ നമ്മൾ അവരെ കുറിച്ച് പറയുന്ന, പ്രത്യേകിച്ച് അമ്മയോ എല്ലാ സ്ത്രീജനങ്ങൾ അവരെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും സംഭവം ചെയ്യാൻ പറ്റുമോ? തല്ല് ചോദിച്ചു വാങ്ങി തരുമോ? ഇല്ല, ട്രൈ ചെയ്യാം. ഗസ്റ്റ് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ഡയലോഗ് ആണല്ലോ. എന്നോട് പറഞ്ഞാലും മതി.
എന്തൊക്കെയായിരുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തെ പറച്ചില്. ഓഹ്, ആ വന്നൊരു ഇരുന്നങ്ങോട്ട് പറയുക, ആയി തോന്നിയതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. നല്ല ദേഷ്യം വന്നിരിക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, കല്യാണം ആയില്ലേ, എനിക്ക് ഇഷ്ടപ്പെടില്ലപ്പോഴേ ഞാൻ കല്യാണം കഴിക്കുക. പുള്ളിക്കാരി വന്ന് ചോദിക്കുന്നു. വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം പെണ്ണുമ്പിള്ളേരുടെ സ്വഭാവം. ഞാനങ്ങ് ബാംഗ്ലൂർ പഠിക്കാൻ പോവുക പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു, ബാംഗ്ലൂർ പഠിച്ച പെൺപിള്ളേർ മൊത്തം പേഴയാന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ വായി തോന്നിയതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മൾ കയറ്റി ഇരുത്തി ഭക്ഷണവും കൊടുത്തിട്ടാണ് ഇതൊക്കെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തോളത്തിട്ട് നടത്തി എന്നൊക്കെ വിചാരിച്ചിട്ട് വായി തോന്നി പറയുന്നൊക്കെ കേൾക്കണമെന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ വർത്താനം പറയുന്ന ആൾക്കാരെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ. പറഞ്ഞില്ല എന്നിട്ട് വായിൽ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് ഈ പറയുന്ന പുള്ളിക്കാരിയുടെ മകളുടെ കാര്യമൊക്കെ എന്തൊക്കെയാ നമുക്ക് നന്നായിട്ട് അറിയണം, പക്ഷെ നമ്മളിങ്ങനെ വിളിച്ചു പറയില്ല, അത്രേ ഉള്ളൂ. മുഖത്ത് നോക്കി ചോദിക്കാൻ അറിയാണ്ടൊന്നല്ല, ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അടിപൊളി അടിപൊളി. പറയാൻ കിട്ടിയത് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു, അടുത്ത എന്താ പറയണ്ടേന്നൊക്കെ. പക്ഷെ നന്മ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് അല്ലെ? ഉണ്ട്. അറിഞ്ഞൂടാ ഇനിയിപ്പോ ഇതുപോലെ പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞ നല്ല കഥാപാത്രം എന്ന് പറയുമെന്നറിയില്ല എന്നിട്ട് പറഞ്ഞ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതെ, അതാണ് കൂടുതൽ റീച്ച് ആവുന്നത്. എന്റെ പോസിറ്റീവ് ഷെയ്ഡ് ചെയ്തതൊക്കെ വളരെ പക്ഷേ മറ്റേ നേരത്തെ ആദ്യം കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, അത് പോസിറ്റീവ് സംഭവമായിരുന്നു. ഞാൻ അത് കണ്ടപ്പോഴാണ് ഇംപ്രസ് ആയത്. പിന്നെ ഫണ്ണി കാര്യങ്ങളുള്ള തമാശ കാര്യങ്ങളും ഈ സെൻസ് ഓഫ് ഹ്യൂമർ ചെറുപ്പം സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഓഡിയൻസിന് അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് അറിഞ്ഞൂടാ, ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും. എനിക്ക് ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ തമാശ പറയാനൊന്നും പറ്റാറേ ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന്റെ കൂടെ ഒരു തീം തരുമ്പോ പെട്ടെന്ന് ആ ഒരു ഹ്യൂമർ എല്ലാം അതെ കണക്ട് ചെയ്ത് അത്ര വണ്ടർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റാറുണ്ട്. അല്ല, അതിലേ നമ്മൾ പ്രൊമോ വീഡിയോ ചെയ്തല്ലോ, അപ്പൊ അതിലൊരു ഞാനൊരു സംഭവം പറഞ്ഞു കൊടുത്തു. അതിൽ എന്നെ വിളിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അഞ്ചിട്ട് ചെയ്യുന്നത്. അത് ചില ചില ഡയലോഗ്സ് നമ്മളൊക്കെ ചെയ്യുന്ന, ഞാനത് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സന്തോഷമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് തന്നെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടാവുക. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ വികാസിന്റെ ഒരു സന്തോഷമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ വികാസം ചിലപ്പോൾ അങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അത് അതിൽ ആർട്ടിഫിഷ്യാലിറ്റി വരുത്താത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിപ്പോ എനിക്ക് വലിയ എഫേർട്ട് ഇല്ല, ഞാൻ ഡെയിലി പറയുന്ന ഒരു സംഭവം തന്നെ ഞാൻ അങ്ങ് പറയുന്നു. ചില വീഡിയോസ് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ ഇത് കുറച്ച് നന്നാക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും തോന്നുന്ന കുറെ വീഡിയോസ് എന്റെ പ്രൊഫൈലിൽ തന്നെ കിടക്കുന്നുണ്ട്. അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട്. അതെ, അത് എല്ലാ പാട്ടുകാർക്കും തോന്നുന്നു. പാട്ട് എന്റെ ഒരു 5 വർഷം മുന്നത്തെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് പാടാനുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സോങ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ അന്ന് പാടിയതിനെ ഒരു റീലാക്കി ഇട്ടിട്ട് അതിനെ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പാടുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് തന്നെ എന്റെ ഇമ്പ്രൂവ്മെന്റ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. നല്ലത്, എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യുന്നതല്ലാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയോ പാട്ടുകാരിയാന്ന്? സ്ഥിരമായി വരുന്നവർക്കൊക്കെ അറിയാം. എസ്പെഷ്യലി ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഞാൻ അറബിക് സോങ് പാടിക്കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ വരുന്ന കൂടുതൽ ലോക്കൽ പേഷ്യൻസ് ആണ്. അപ്പോൾ അറബിക് സോങ്സ് ഒക്കെയാണ്. മലയാളികൾ കുറവാണ്, ഇന്ത്യൻസ് കുറവാണ്. നമുക്ക് ലോക്കൽസും പിന്നെ അങ്ങനെ യൂറോപ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. അതെ, പാട്ടുപാടി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോളോ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. നമുക്ക് ഈ കുറച്ച് ഈ എന്താണ് പാകിസ്ഥാനി അങ്ങനത്തെ കുറച്ച് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റീലൊക്കെ കാണുമ്പോൾ അവർ പേഷ്യൻസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന സോങ് കണ്ടു. ഞാൻ മെയിനായിട്ട് ഹിന്ദി സോങ്സ് പാടുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഹിന്ദി സോങ്സിനെ കുറിച്ച് അവർ കമന്റ് ചെയ്യാറുണ്ട്. അല്ല, അപ്പൊ ഇപ്പഴല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ അസ്നി പറഞ്ഞ മാതിരി ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട് അല്ലേ? അതെ അതെ, ഇഷ്ടമാണ്. നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതൽ ഐഡിയാസ് വരുന്നത്. അപ്പൊ ആ ഒറ്റയ്ക്കിരിക്കുമ്പോ മനസ്സിൽ തോന്നുന്നു ചില ഏറ്റവും പ്രത്യേകതകളുള്ള ചില പാട്ടുകൾ ഉണ്ടല്ലോ. ഉണ്ട്, അങ്ങനത്തെ കുറെ സോങ്സ് ഉണ്ട്. പെട്ടെന്ന്
ആ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ആ സമയത്ത് ഒറ്റപ്പെടല് ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒറ്റപ്പെടലാവാം, സന്തോഷം കൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലില് പാട്ട് വരും മനസ്സിൽ ഇല്ല. ആ സമയത്ത് കുറെ ശോക ട്യൂൺസ് ഇങ്ങനെ മൈൻഡിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. ബീജം മാത്രമായിരിക്കും, പാട്ടുകൾ ലിറിക്സ് ട്യൂണൊന്നും. പക്ഷെ അന്ന് വിഷമിച്ചിരിക്കുന്നത് ആലോചിച്ചിട്ട് പിന്നെ വേറൊരു മുഹൂർത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയും സിറ്റുവേഷൻസ് വരാറുണ്ട്. അതെ, എന്തോ പണി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഫൈനലി ഏതോ ഒരു സോങ്ങിൽ എത്തിക്കാൻ. ഹിന്ദി സോങ് ആണ്. ഏതെങ്കിലും സജഷൻ ഉണ്ടോ? ഇത്തവണ നമുക്കൊരു പണി കൊടുക്കാം, വികാസ് ബ്രോയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. തീർച്ചയായും പാട്ട് പാടുകയും ചെയ്യുന്ന വല്ല നാടൻ പാട്ടൊക്കെ അത് ഈ പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് രണ്ടടിച്ചിരിക്കുമ്പോഴൊക്കെ ചിലപ്പോ പാട്ട് പാടാറുണ്ട്. പാട്ട് പാടാറില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടിയിരിക്കുമ്പോ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ ചിലപ്പോ അല്ലാണ്ട് അതിപ്പോ. അപ്പോ ഹിന്ദി സോങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് ഈ ലതാ മങ്കേഷ്കർ അങ്ങനത്തെ പഴയ ടൈപ്പ് സോങ്സ് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ശ്രേയ ഘോഷൽ, അരിജിത് സിംഗ്, സോനു നിഗം അവരുടെ സോങ്ങുകൾ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ ടൈപ്പും ഹിന്ദി സോങ്സ് എനിക്ക് ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിയിട്ടും പാടാൻ വേണ്ടിയിട്ടും. അതിൽ പറ്റുന്ന സോങ്സ് ട്രൈ ചെയ്യും. അങ്ങനെ ഹിന്ദി സോങ് വേണമായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ പാടാം. ലതാജി പാടിയ ഏതെങ്കിലും പാട്ട്. लग जा गले के फिर हंसी रात हो न हो, शामिल फिर से जन्म में मुलाकात हो न हो, लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले से എന്താ പറയാ പാട്ടിനെ കുറിച്ച്? എന്ത് പാടി? എനിക്ക് പാട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല, പക്ഷെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഒട്ടും പാടാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. കേട്ടിരുന്നു പോകുന്നു. ഈ പാട്ട് കേട്ടിട്ട് ആള് പോയി പാടി കഴിഞ്ഞിട്ട് എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ടൊരു കാര്യം എന്നോട് പറയാം. പാട്ടിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ഒരു ക്യാരക്ടർ വന്നിട്ട് പറയാം. അതെങ്ങനെയായിരിക്കും പറയാം? അയ്യോ, നല്ല കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറച്ച് മടിയാണ്. എന്നാലും കുറച്ച് ഫീൽ ചെയ്തു ആ പാട്ട്. എന്താ എവിടേക്കോ ഒരു മെമ്മറി വന്നു സ്വന്തം ലൈഫിൽ. ഒരു ആ പാട്ടിനോട് കുറച്ച് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവം ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് വെക്കുക. അപ്പൊ അത് ഇങ്ങനെ പറയാ എങ്ങനെയാ? അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിക്കാം. വികാസിന്റെ ലൈഫിലത്തെ മെമ്മറി. വികാസും ഞാനും മുമ്പ് പരിചയം ഉണ്ടായിരുന്നു. ഈ സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വികാസിനൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി ഞാൻ ഓർമ്മിപ്പിക്കാം. എടോ, താനാ പാട്ട് കേട്ടായിരുന്നോ? ഞാനാ പാട്ട് കേട്ടു. പാട്ട് കേട്ടപ്പോ എന്താ ഓർമ്മ വന്നേ? ഇല്ല, പാട്ടൊക്കെ മറന്നുപോയോ? എനിക്ക് നന്നായിട്ട് ഓർമ്മ വന്നായിരുന്നു. അല്ല, അവളെ കണ്ടതും അതൊക്കെ തന്നെ. അന്ന് ബസ്സിൽ പോകുന്നു, മഴ പെയ്യുന്നു, സൈഡ് സീറ്റിലിരിക്കുന്നു, ഈ പാട്ട് ബസ്സിൽ വെക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ കല്യാണത്തിന് നമ്മൾ രണ്ടുപേരും കൂടി ഓട്ടോയിൽ പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഞാനും ഈ പാട്ട് കേട്ടിട്ട് കൊറേ കരഞ്ഞിട്ടുണ്ട്. പാട്ട് പക്ഷെ അടിപൊളിയായിരുന്നു അല്ലേ? എവിടെയോ അവളുടെ ഒരു ചായ ഇല്ലേടാ? നീ ഒന്ന് സൈഡിൽ കൂടെ എടുത്ത് നോക്കി നോക്കിയ പെണ്ണിനെ. ഉണ്ടടാ, എവിടെയോ ഉണ്ട് അവളുടെ ഒരു ചായ. നല്ലൊരു പണിയാണ് കേട്ടോ. ഭാര്യ കാണുന്നുണ്ടോ പോലും അല്ലേ? കളിക്കുന്നാലും ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇങ്ങനെ ആക്ച്വലി ഹ്യൂമർ അവതരിപ്പിക്കാൻ ഭയങ്കര പാടാണെന്ന് ഇങ്ങനെ ആക്ട്രസസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല പാടാ. വീഡിയോസിലൊന്നും ഇല്ല ഈ സംഭവം.
അതെ. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഫിലിമിലേക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം വന്നിട്ടുണ്ടോ? എടാ, സത്യമായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇത് എനിക്ക് ഇപ്പം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നാളെ എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായേക്കാം. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒന്നിലും ഞാൻ കൺസിസ്റ്റന്റ് ഒന്നുമല്ല. അപ്പോൾ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടാന്നൊന്നും വെക്കുന്നുണ്ടാവില്ലായിരിക്കും. ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറിന് വേണ്ടിയിട്ട് ഹ്യൂമർ ചെയ്യല്ല ചെയ്യുന്നത്. അത് വരുന്ന സംഭവങ്ങളിലും ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ചെയ്യുന്ന സാധനമുണ്ടല്ലോ, അപ്പൊ അതുപോലെയുള്ള വരുന്ന ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. ഒബ്സർവേഷന്റെ ഒരു സംഭവമാണ്. വല്ലാതെ ഒബ്സർവ് ചെയ്യും അല്ലേ ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ഞാൻ വികാസിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സീരിയസ്, എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹലോ 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 ഹലോ, വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. ആരാണ്? ഹസ്നയാണ്. ഹസ്നയാണ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബൈയിലാണ്. അൽനാദയാണ് വിളിക്കുന്നത്. അഞ്ജലി ഉണ്ട് നമ്മോടൊപ്പം, സംസാരിക്കൂ. ഒരുപാട് സന്തോഷം. അഞ്ജലിക്ക് എന്നെ അറിയോന്നറിയില്ല. ഹസ്നേനെ അറിയോ? ഹസ്ന, ഹലോ, അഞ്ജലി ടീച്ചർ അല്ലേ? എടാ, നീ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. സർപ്രൈസ് ആയോ? ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാൻ പെട്ടെന്ന് ഹസ്ന എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് പറയാൻ പോവായിരുന്നു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഹസ്ന എന്ന് പറയാൻ പോവായിരുന്നു. നീ തന്നെ വിളിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഞങ്ങളെ ഫ്രണ്ട്സ് ഗാങ് മൊത്തം ഇരുന്നിട്ട് കണ്ടോണ്ടിരിക്കലായി. എല്ലാവർക്കും ഹായ്. ഇന്റർവ്യൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഞങ്ങളൊരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു വേദിയിൽ കാണാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞങ്ങൾ തമ്മിലുള്ള കൺവെർസേഷൻ ഒക്കെ കണ്ടിരുന്നോ? ഞങ്ങൾ തമ്മിലുള്ള നേരത്തെ ചെയ്ത സംഭവങ്ങളൊക്കെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക. ഞങ്ങൾ ഫുള്ള് കണ്ടിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കണ്ടോണ്ടിരിക്കണം. കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം. സംസാരിക്കാന്ന് വിളിച്ചപ്പോ ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാ. എന്ത് ചെയ്യുമ്പോഴും കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ പോലും വന്നിട്ട് എടി ഇത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡും ഇവർ എനിക്ക് പറഞ്ഞു തരാറുണ്ടോ, നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യല്ലേ, കുറച്ച് ഇങ്ങനെ മാറ്റി ചെയ്യുക, അങ്ങനെയൊക്കെ. ഹസ്ന പിന്നെ ഭയങ്കര നല്ല എഡിറ്റർ ഒക്കെയാണ്, എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഒക്കെയാണ്. അഞ്ജലി ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള എന്താണ്? അഞ്ജലി ചെയ്തതില് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇതുപോലെ ഒരു നഴ്സിന്റെ വീഡിയോ ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് നമ്മുടെ ഒരു നാട്ടിലൊരു ഇഷ്യൂ നടന്നിരുന്നില്ലേ, മിഹിർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ, അത് അത്രയും റീച്ച് ആയിട്ടില്ല, പക്ഷെ അത് ഞങ്ങൾക്ക് ഒരുപാട് ടച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു കുട്ടിയെ റിലേറ്റ് ചെയ്തിട്ട് ഒരു അമ്മയും മോനും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു വീഡിയോ, അങ്ങനെ ഒരുപാട് ഉണ്ടാവണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് താങ്ക് യു പറയാണ്ട് നിങ്ങളുടെ ഈ ഒരു ചാനലിനോട്. കാരണം ഇങ്ങനെ ഒരു അവസരം അവൾക്ക് കൊടുത്തതില് ഈവൻ അവിടേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കാ. ഞങ്ങള് കറക്റ്റ് 8:30 ലൈവും കാത്തിരിക്കുകയായിരുന്നു, ഇത് എപ്പോഴാ കാണുക. ഇപ്പൊ ഈവൻ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകളും ലൈവായിട്ട് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. തൃശ്ശൂർ ഞാന് ചാവക്കാട്. നമ്മൾ ചെമ്പൂക്കാവ്. അതെ, അല്ല ഈ സംസാരം കേട്ടിട്ട് ഭയങ്കര സന്തോഷം. പാട്ടുപാടിയ ആളും അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഒരേ നെയിമാണ് നമുക്ക് രണ്ടുപേർക്കും, ഹസ്നായും ഹസ്നായും. അപ്പൊ ഹസ്ന ഏതെങ്കിലും ഒരു പാട്ട് പാടി തരണമെന്നുണ്ടോ? ഞാനോ? അല്ല, പാടില്ലേ? ഒരു പാട്ട് പാടും നിങ്ങൾക്ക് വേണ്ടിട്ട്. എനിക്ക് മറ്റേ നമ്മുടെ ആരാധിക എന്നുള്ള പാട്ടില്ലേ, ആ ഒരു പാട്ട് ഒരു വരി 2 വരി പാടി തരാണെങ്കിൽ വളരെ സന്തോഷം. ഞാൻ പാടാം. ഹസ്ന പാട്ട് പാടുവോ? അയ്യോ, ഞാനങ്ങനെ പാടുന്നില്ല, വെറുതെ വള്ളി പുള്ളി തട്ടാണ്ട് അവിടെ ഇവിടെ ഒക്കെ പിള്ളേര് ഇവരിങ്ങനെ പറയാൻ. എന്നാലും വെറുതെ 2 വരി വുമൻസ് ഡേ അല്ലേ, ഒന്ന് പാടും നോക്കട്ടെ. ഒരു പാട്ടോ? ഓക്കെ, ഒരു പാട്ട് ഫുള്ള് വേണ്ട, 2 വരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. അടിപൊളിയായിട്ട് പാടുന്ന ആളാണ്. ഞങ്ങളുടെ ഗെറ്റ് ടുഗദേഴ്സിലൊക്കെ അവളുടെ ഒരു പാട്ട് ഞങ്ങള് 6 ആളാണുള്ളത്. ലിജിഷ, ഞാന്, ഹസ്ന, നിത്യ, വീണ, മായ. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അതെ, ഹാപ്പി വുമൻസ് ഡേ എല്ലാവർക്കും. ഓ, താങ്ക് യു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
once again, എടാ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. such a beautiful opportunity. Okay, thank you so much. താങ്ക് യു നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ജൂലിനെ കാണാട്ടാ ബാക്കി. ഞാൻ വരുന്നുണ്ട്. അജാതി വൈബ് കോളർ സൂപ്പർ. ഞങ്ങളുടെ കൂട്ടത്തില് ഭയങ്കര വൈബുള്ള ഒരാളാണ് ഹസ്ന. എല്ലാവരും അതെ കേട്ടോ. ഞാനാണ് കൂട്ടത്തിൽ അതെനിക്കറിയില്ല. ഇനി ഇവളുമാരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുമിച്ച് പോയെന്ന് എനിക്കറിയില്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള കൊളീഗ്സ് ഉള്ളത് വലിയ കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയി ഇവര്. ആക്ച്വലി ഞാൻ ഇത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഇവരാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് എൻ്റെ ഒരു വൈറലായ ഒരു വീഡിയോ ഇപ്പൊ ആരോ അത് റീഷെയർ ചെയ്ത് വന്നപ്പോൾ ഇവരുടെ അടുത്ത് ഇവരെന്നോട് അപ്പം തൊട്ടിട്ട് ഇവർ പറയാൻ തുടങ്ങിയത് ഇങ്ങനെ വേറെ ആരൊക്കെയോ നിന്റെ വീഡിയോസ് എടുത്തിടുന്നതിനേക്കാൾ നല്ലതാണ് നീ തന്നെ ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയ ഒരു സ്പാർക്കിൽ തുടങ്ങിയ സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10K അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയം തൊട്ടിട്ട് ഓരോ കെ കൂടുമ്പോഴും ഇവർക്ക് ഭയങ്കര സെലിബ്രേഷൻ. എനിക്കുണ്ടായിരുന്നില്ല ആ എക്സൈറ്റ്മെന്റ്. ഓരോ കളേഴ്സും എനിക്കൊരു പണി തരുന്നത്. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ സോങ് സജഷൻസ് വരുമ്പോൾ പാടാൻ പറ്റുന്നത്. ഇല്ല അറിയില്ല. എന്റെ പാട്ട് ഇന്ററപ്റ്റ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ ഞാൻ പാടി തുടങ്ങാം. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ ആരാധികേ. ഈ പാട്ടിനൊരു പ്രത്യേക ഫീലാ. അതെ നല്ല അതെ പാടിയിരിക്കുന്നത് പുള്ളിയാണ്. സൂര്യ സന്തോഷാണ് പാടിയിരിക്കുന്നത്. മ്യൂസിക് അല്ല മ്യൂസിക് സുഷിൻ ശ്യാം അല്ലല്ലോ. അല്ലല്ല ആരാണെന്ന് അല്ല അതറിയില്ലെന്നറിയാം. ഞാൻ ഈ അതെങ്ങാനും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം പറഞ്ഞതാണ്. അതെ ആദ്യം ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ഒരു ഐഡിയ എനിക്കുണ്ട്. അപ്പൊ നേരത്തെ ബാക്കി വെച്ച മോണക്ട് നോക്കിയാലോ? ഒരുപാട് മുമ്പ് ചെയ്ത കാര്യമാണ്. എനിക്ക് ആ ഒരു സമയത്തൊക്കെ ചെയ്തതാണ്. എനിക്ക് ഡയലോഗ്സ് ഒന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. മാത്രമല്ല അന്ന് ചെയ്തിരുന്ന ഒരു സ്ലാങ് ഉണ്ട്, അത് എനിക്ക് ആ ടച്ചേ വിട്ടുപോയിരിക്കുന്നു. ഞാനപ്പോ എനിക്ക് അറിയുന്ന രീതിക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താവും എനിക്കറിയില്ല. എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. ബുദ്ധിമുട്ടാവോ? എഴുന്നേറ്റ് അതെയോ? അങ്ങനെയാണോ? ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്തു. ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ 2-3 ക്യാരക്ടേഴ്സ് വരുന്നോണ്ടാണ് ട്രൈ ചെയ്യാം. ക്യാരക്ടറിലേക്ക് ലിമിറ്റ് ചെയ്തു. കണ്ണെഴുതി പൊറ്റൊറ്റ സുന്ദരിയായല്ലോ. അയ്യോ അമ്മേ കണ്ണാടി പൊട്ടി. അയ്യോ സാരമില്ല, കണ്ണാടിയല്ലേ, അത് കുഴപ്പമില്ല. മോളെ എഴുന്നേറ്റ് പങ്ങി, അമ്മ ഭക്ഷണം തരാം. ഓ നാശം പിടിച്ച ജന്തു, കൈ തൊട്ടാ നശിപ്പിക്കുമല്ലോ. അതും പൊട്ടിച്ചു. തലവെട്ടം കണ്ടപ്പോ അത് അങ്ങനെയും പോയി. ഓ കാണണ്ട ശ്രീകരത്തിന്. എന്തിനും ഏതിനും അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്റെ മോൾ ഇങ്ങനെ ആയതൊന്നല്ല, നിങ്ങളെ മോൻ കള്ളുപിടിച്ച് നടക്കുന്നതിന്റെ കാരണം. എപ്പോഴും അമ്മമ്മ ചീത്ത പറഞ്ഞോണ്ട, എപ്പോഴും വാക്ക് പറഞ്ഞോണ്ട. മോള് കാര്യാക്കണ്ട കേട്ടോ. അമ്മ ചീത്ത പറയണില്ലല്ലോ. അമ്മ ഇല്ലേ അമ്മയുടെ പൊന്നിന്. കാര്യാക്കണ്ട കേട്ടോ. ആ ഇവിടെ ഇച്ചിട്ട് ഇവിടെ
പക്ഷേ ഞാനില്ലാത്തൊരു കാലത്ത് അയാളായിരിക്കില്ലേ അവളെ നോക്ക. അയാളെങ്ങനെയാ നോക്ക? ഓ വാളി നോക്കടി നിനക്ക്. ആ ഇത് നീയല്ലേ? ആ മുഴുത്തോടെ ധരിക്കുകയാണല്ലോ നീ. ഇങ്ങ് വന്നേടി. ഡേ നിന്റെ തള്ള എന്തിയെ? ഇങ്ങ് വാ. ഞാൻ വരില്ല, എന്റെ അച്ഛനെ പേടിയാ. അതെന്തിനാ പേടിച്ചനെ? ഇങ്ങ് വന്നേ. എന്റെ പെറ്റിക്കോട്ടിന്റെ ഉള്ളിൽ നോക്കട്ടെ നോക്കട്ടെ. വേണ്ട വേണ്ട തൊടണ്ട. അയാൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇനി അവരാണെങ്കിലോ? അവരെന്താ ചെയ്യാ? ഓ നഷ്ടീകരം. എനിക്കിതിനെ കാണണ്ട. നിങ്ങൾ വീട്ടാൻ കോരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇറങ്ങി പൊക്കോളുണ്ട് വരുന്ന എങ്ങോട്ടെങ്കിലും. തള്ളേ ചത്തു തന്നയ്ക്കാൻ വേണ്ട. ഞാനൊന്നും നോക്കില്ല ഇതിനെ. നാശം പിടിക്കാൻ ഇറങ്ങിപ്പോ ഇവിടുന്ന്. ഞാനെന്താ പോവാ? ഇരുത്താണ്, പുറത്ത് ഇരുത്താണ്. എനിക്ക് പേടിയാ. മര്യാദക്ക് പൊക്കോ. നിന്നോട് കണ്ടുപോകരുത്. എനിക്ക് പേടിയാ. ഇരുത്താണ്. അവരും അങ്ങനെയല്ലേ എന്റെ മോളോട്? ഇനി പുറത്തെത്തിക്കഴിഞ്ഞാലോ? കുപ്പി പാട്ട. നല്ല ചരക്കാണല്ലോ. ബുദ്ധിയും കഴിവൊക്കെ കുറച്ച് കുറവാന്നാ തോന്നണേ. ഇങ്ങോട്ട് വന്നേടി പെണ്ണെ, ഇങ്ങോട്ട് വന്നേടി. നോക്കട്ടെ നിന്നെ. എന്താ ഇങ്ങ് വാ. എല്ലാവരും അവിടെ ഞാനുള്ളപ്പോ ഉള്ള പോലെ ആയിരിക്കില്ല. നീ മരിച്ചോ മോളെ? നീ മരിക്കല്ലേ നല്ലത്. വിഷം കൊടുത്ത് കൊല്ലാം. നീ ഇവിടുന്ന് പൊക്കോ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിച്ചോടി. പക്ഷേ ഇത് ഞാൻ കൊടുത്ത അവളുടെ ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി ചോര ഛർദിച്ച് എന്റെ കുഞ്ഞിന് വേദന എടുക്കും. കഴുത്ത് ഞെരിച്ചാലോ? ഉറങ്ങുമ്പോ കഴുത്ത് ഞെരിച്ചാലോ? അയ്യോ, ശ്വാസം കിട്ടാതെ എനിക്ക് പറ്റില്ല. ദൈവമേ, കൊല്ലേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. ഞാനില്ലാത്ത കാലത്ത് എനിക്ക് അതിനെ നോക്കാൻ ആരെ ഏൽപ്പിക്കാൻ വയ്യ. കൊല്ലേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. അത് കഴിഞ്ഞു. അതന്നെ പറഞ്ഞ ഡയലോഗിന് മറന്നുപോയി. എനിക്ക് ചമ്മലാവും. പഴയ സ്കൂൾ കലോത്സവത്തിലൊക്കെ എത്തിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. സ്റ്റേജിൽ ആ ഒരു മോണാക്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാനിത് കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എത്ര ബോറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആ കുഞ്ഞു കുട്ടിയായിട്ടായാലും വൃദ്ധയായ ആളായിട്ടായിരിക്കും ആണായിട്ടായാലും ആ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു സീൻ മറ്റേ എന്നുള്ള ആള് വന്നല്ലോ, അയാള് വന്നിട്ടുള്ള പക്ഷെ ഞാന് ഇത് സുഗതകുമാരിയുടെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന ഒരു പോയമാണ്. അപ്പോ അതിന്റെ ഇങ്ങനെ എന്താ പറയാ ഒരു രംഗാവിഷ്കാരം എന്ന രീതിയിൽ തന്നെയാണ് അന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടിസം ബാധിച്ച പെൺകുട്ടികളുടെ അമ്മമാർക്കൊക്കെ എല്ലാവരുടെയും അതെ അമ്മമാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ശേഷം ഇനി അവരെ ആര് നോക്കുന്നുള്ളത്. അതെനിക്ക് എപ്പോഴും ആ പോയം വായിക്കുമ്പോഴാണെങ്കിലും അതെ ഈ മോണോ ആക്ട് പലരും ചെയ്ത് കാണുമ്പോഴാണെങ്കിലും എനിക്കത് പെട്ടെന്ന് ഫീൽ ആവും. എന്ത് ചെയ്യും അവർ ഇനി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവാറുണ്ട്. അപ്പൊ എന്തായാലും അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാതെ നമുക്ക് വേറൊരാളായിട്ട് ചെയ്യുന്ന ഞാനും ആദ്യമായിട്ട് എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം മുത്തശ്ശിയായിട്ട് വരാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ മറ്റേ മോണാക്ടിലാകുമ്പോൾ ഒരു 2-3 മൈക്കൊക്കെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് ഒന്ന് കറങ്ങി വന്നിട്ടൊക്കെ ചെയ്യും. അത് മാത്രല്ല ഇതിപ്പോ
നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ലില്ല, അതാ ഞാൻ വികാസിനോട് പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് അറിയില്ല, ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയെന്ന്. കാരണം അന്ന് പണ്ട് എപ്പോഴും ചെയ്തൊരു കാര്യമാണ്, ഒട്ടും ഓർമ്മയില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് സത്യം അല്ലേ? അപ്പൊ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പെട്ടെന്നായി പോയി. ഒരുപാട് സന്തോഷം. എനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഹസ്നെ വിളിച്ചതുമാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അയ്യോ അല്ല അവരെന്നെ കാണുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടേക്ക് വിളിച്ചതും അതെ വികാസ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു വികാസിന്റെ. ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയാ, ഇതൊക്കെ എനിക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണോ? കാരണം വളരെ നോർമലായിട്ട് എൻ്റെ ഒരു ലൈഫ് പാറ്റേണിൽ ഇതൊക്കെ വളരെ എന്താ പറയാ അസ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതില് സ്വാഭാവികത്വം വളരെ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചതൊന്നല്ല, നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എപ്പിസോഡ് വളരെ കളവായിട്ട് പോയി. അത് മാത്രമല്ല ഓരോ നിയോഗം പോലെയാണ് കാര്യങ്ങള്. പസ്ന വന്നു തന്നെ വലിയൊരു കാര്യം. കാരണം അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ലേ. നിങ്ങളൊപ്പം ആങ്കർ ചെയ്യുന്ന രാധികയ്ക്കും വയ്യ, സ്നേഹിക്കും വയ്യ. അപ്പോഴാണ് പെട്ടെന്ന് രാത്രി പറഞ്ഞപ്പോഴും ഞാനും ടെൻഷൻ, ദൈവമേ ഞാൻ വികാസ് മാത്രമായിരിക്കും. അപ്പൊ എനിക്ക് അധികം ഇന്നലെ രാത്രി 10:00-ക്കാണ് അസ്നെ വിളിക്കണമെന്ന്, ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ അസ്ന ഓക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്കൊരു പാട്ടോട് കൂടി അവസാനിപ്പിക്കാം അല്ലെ? അപ്പൊ ഇനിയും വ്യൂവേഴ്സ് കൂടട്ടെ, ഫോളോവേഴ്സ് കൂടട്ടെ, കണ്ടന്റുകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല അതുപോലെ ഷോർട്ട് ഫിലിം, സിനിമ അതുപോലെ പ്രൊജക്ടുകൾ ചെയ്യാൻ കഴിയട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി വുമൻസ് ഡേ ആണ്. ഹാപ്പി വുമൻസ് ഡേ. സൈനിങ് ഓഫ് വികാസ് കാർത്തിക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയും വുമൻസ് ഡേ. എനിക്ക് ഈ വുമൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പാരൻസ്, എൻ്റെ മദർ, പിന്നെ എൻ്റെ മദർ ഇൻ ലോ, ഇവരാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വുമൻ. പിന്നെ ഉപ്പുപ്പയും വുമൺ അല്ല, പക്ഷെ എന്തായാലും ഉപ്പുപ്പായി ഞാനിവിടെ ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വിമനെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു നമ്മുടെ ഫീമെയിൽ ഓറിയന്റഡ് ഒരു സോങ്, എനിക്കറിയാം, പഴയ ഫിലിം ആക്ടറാണ് KPSC അസീസ്. അത് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു. എനിക്ക് ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അഞ്ജലിക്ക് അറിയാം എന്തായാലും ആക്ടിങ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്ത അതെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത വുമണിനെ കുറിച്ച് പറയായിരുന്നു. എൻ്റെ മദർ, എൻ്റെ മദർ ഇൻ ലോ, പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻ ലൈഫ്. എൻ്റെ ഫേവറേറ്റ് ശ്രേയ ഘോഷലാണ്. പിന്നെ അതുപോലെ ലതാജി, ചിത്രാമ്മ, അങ്ങനെ ഒരുപാട് എല്ലാ ഫീമെയിൽ ലീഡ് സിംഗേഴ്സിനെയും എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. അപ്പോൾ നമ്മുടെ അതെ അഞ്ജലി ഒരു വിഷു പറഞ്ഞോളൂ വുമൻസ് ഡേക്ക്. എനിക്കും എൻ്റെ ലൈഫിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് അമ്മയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണെങ്കിലും ജോലി കൈവിടരുത് എന്ന് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളോടും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഠിക്കുക, ജോലി ചെയ്യുക, ഒരു സ്വന്തമായിട്ടൊരു വരുമാനം കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും പറയാറുള്ളത് എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതിലും വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം നമ്മളേനെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്ലസൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അതും നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും എനിക്ക് 2 അമ്മമാരായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ വിമൻസ് ഡേയിൽ ഞാൻ അവരെയും ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. നല്ല സന്തോഷമുള്ള ദിവസങ്ങളാവട്ടെ ഇനി അങ്ങോട്ടേക്കും. അപ്പോൾ പാട്ട് ഞാനൊരു ഹൗ ഓൾഡ് ആർ യു മൂവിയിലെ സോങ്. വിജനതയിൽ പാതി വഴി തീരുന്നു, ചുരിമണലിൽ വീണു വീണാറുന്നു, ആഴമറിയാ സാഗരങ്ങൾ നീതി നീതി തീരമണയാ, കൂരിരുളിലേകയായൊരോളമാകയോ ചുവടുകളെ തളരരുതേ, ഇടരരുതേ, വരൂ വരൂ പോകാമകലേ, വിജനതയിൽ പാതി വഴി തീരുന്നു, ചുരിമണലിൽ